ഉദ്ധിത, ദൈവമേ രക്ഷക, സമാധാനമേ, ഡെയിലി വിത്ത് ഗ്രേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്ന കാര്യം, അതായത് എന്താണ് മയക്കുന്ന ഡോക്ടർ, എന്താണ് അനസ്തീഷ്യ. അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ഒരു രോഗിയെ ബോധരഹിതയാക്കി ചില കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നിനെയാണ് അനസ്തീഷ്യ എന്ന് പറയുന്നത്. പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സാണ് അനസ്തെറ്റിസ്റ്റ്. അപ്പോൾ പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന്, വലിയ ഓപ്പറേഷനും മറ്റു തരത്തിലുള്ള ചെറിയ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ആ രോഗിയെ ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി. 2, വേദന സംഹാരിയായിട്ട് കൊടുക്കാറുണ്ട്. 3, ഒരു രോഗി വളരെയധികം അക്രമാസക്തനാകുമ്പോൾ ആൽക്കഹോൾ വിഡ്രോവൽ പോലെയുള്ള രോഗികളെ വീണ്ടും രോഗവിമുക്തി നേടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന മരുന്നുമായിട്ടും അനസ്തീഷ്യ മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായും എത്ര തരത്തിലുള്ള അനസ്തീഷ്യകളുണ്ട്? ഒന്ന്, ജനറൽ അനസ്തീഷ്യ. ജനറൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ പ്രധാനമായും വലിയ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി രോഗിയെ പൂർണ്ണമായിട്ടും ബോധരഹിതനാക്കി ബോധരഹിതയാക്കി ചെയ്യുന്ന കർമ്മമാണ്, അതിനുള്ള മരുന്ന് കൊടുത്തുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ജനറൽ അനസ്തീഷ്യ. ഈ ജനറൽ അനസ്തീഷ്യയെ ഷോർട്ട് GA എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി സമയം കുറച്ചുകൊണ്ട് ആ രീതിയിൽ ബോധരഹിതനാക്കി ചെയ്യുന്ന കർമ്മം. പ്രധാനമായും അത് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ സമയം ഓപ്പറേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ജനറൽ അനസ്തീഷ്യ പ്ലസ് എപ്പിഡ്യൂറൽ. അപ്പോൾ ഈ ജനറൽ അനസ്തീഷ്യയോടൊപ്പം തന്നെ എപ്പിഡ്യൂറൽ കത്തീറ്റർ ഇട്ടുകൊണ്ട് അതിലൂടെ മരുന്ന് കൊടുത്ത് ഓപ്പറേഷൻ്റെ ടൈമിനെ കൂടുതൽ സമയം കണ്ടെത്തി ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം കൊടുക്കുന്നതാണ് ജനറൽ അനസ്തീഷ്യ പ്ലസ് എപ്പിഡ്യൂറൽ. അടുത്തത് സ്പൈനൽ അനസ്തീഷ്യ. എന്താ സ്പൈനൽ അനസ്തീഷ്യ? സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ബോധരഹിതനോ ആകുന്നില്ല, പകരം ആ ഭാഗത്തേക്ക് മരവിപ്പിച്ചുകൊണ്ട് ലോവർ പാർട്ടാണെങ്കിൽ ലോവർ ഭാഗത്ത് ആ മരവിപ്പിച്ചുകൊണ്ട്, പ്രത്യേക LSES ഉള്ള കേസുകൾ അല്ലെങ്കിൽ ഹെർണിയ പോലുള്ള കേസുകൾ, അപ്പൻഡിക്സിറ്റി പോലുള്ള കേസുകൾ ചിലത് ചെയ്യാറുണ്ട്. കൂടുതൽ ഹെർണിയ പോലെ കേസുകളാണ്. പിന്നെ LSES അത്തരത്തിലുള്ള കേസുകൾ ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്നതാണ് സ്പൈനൽ അനസ്തീഷ്യ. അത് നട്ടലിലേക്ക് സ്പൈനൽ നീഡ് കുത്തിവെച്ചുകൊണ്ട് മരുന്ന് കൊടുത്ത് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വേറൊരു അനസ്തീഷ്യാണ് ലോക്കൽ അനസ്തീഷ്യ. ലോക്കൽ അനസ്തീഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്കൽ ഏരിയയിൽ മരുന്ന് കുത്തിവെച്ചുകൊണ്ട് സിമ്പിളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതിൽ ബോധരഹിതനോ ഒന്നും ആകുന്നില്ല. അടുത്തത് എന്താ? ബ്ലോക്ക് ഉണ്ട്. അതുപോലെ തന്നെ IV സെഡേഷനോട് ചെയ്യുന്നതുണ്ട്. അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള ഒത്തിരി അനസ്തീഷ്യകളുണ്ട്. പ്രധാനമായും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത്തരത്തിൽ രോഗിയെ പൂർണ്ണ സുഖത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വേദനയില്ലാതെ, ഭയമില്ലാതെ വളരെ നല്ല രീതിയിൽ ഓപ്പറേഷനെ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് അനസ്തീഷ്യ. അപ്പോൾ നമ്മളുടെ എല്ലാ അനസ്തെറ്റിസ്റ്റിനെയും നമുക്ക് ഓർക്കാം. ദൈവം എല്ലാ സമൃദ്ധം അനുഗ്രഹിക്കട്ടെ. നല്ല രീതിയിൽ അനസ്തീഷ്യ കൊടുത്ത് എല്ലാവരും നല്ല ഓപ്പറേഷൻ കഴിഞ്ഞ് നല്ല സുഖം പ്രാപിക്കുവാൻ രോഗികൾക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വെച്ചുവാൾ നിർത്തുന്നു. എല്ലാവർക്കും 1000 നന്ദി.